പ്രിയ ദൈവജനമേ, വചനം നമ്മുടെ ജീവിതത്തിന് വെളിച്ചമേകുന്ന ഈ ധന്യ നിമിഷത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. ആത്മീയ വിജയം ഉറപ്പാണ് എന്ന ശീർഷകത്തിൽ നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കാം. മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന യേശുവിനെയാണ് ഈ സുവിശേഷം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങളും അധികാരത്തിൻ്റെ പ്രലോഭനങ്ങളും വചനത്തിൻ്റെ ശക്തിയാൽ ക്രിസ്തു അതിജീവിക്കുന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. വിശപ്പിൻ്റെയും ആവശ്യങ്ങളുടെയും നിമിഷങ്ങളിൽ ദൈവഹിതത്തിന് മുൻഗണന നൽകാനാണ് ഈ വചനഭാഗം നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ ദൈവവചനമാകുന്ന വാളുകൊണ്ട് നേരിടാൻ കർത്താവായ യേശു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ തളർന്നു പോകാതെ പ്രാർത്ഥനയിലും വചനത്തിലും ഉറച്ചു നിൽക്കാൻ ഈ വചനം ശക്തി പകരുന്നു. ഓരോ പരീക്ഷണങ്ങളും ഓരോ പരീക്ഷയും ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത തെളിയിക്കാനുള്ള അവസരമാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിൻ്റെ രൂപാന്തരീകരണത്തിനുള്ള ഒരു മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി. സകല അധികാരവും ദൈവത്തിനും അവിടുത്തെ മാത്രം ആരാധിക്കണം എന്നുമുള്ള വലിയ സത്യം യേശു ഇവിടെ അടിവരയിടുന്നു. കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ച് നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിലേക്കും ആത്മനിയന്ത്രണത്തിലേക്കും ഈ വചനം വിശ്വാസികളെ ക്ഷണിക്കുന്നു. കേവലം ലൗകികമായ നേട്ടങ്ങൾക്കപ്പുറം സ്വർഗീയമായ ലക്ഷ്യങ്ങളിലേക്ക് മനസ്സിനെ തിരിക്കാൻ ഈ വചനഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നു. പരീക്ഷകൻ്റെ സ്വരവും ദൈവത്തിൻ്റെ സ്വരവും തമ്മിൽ തിരിച്ചറിയാനുള്ള ആത്മീയ വിവേചനം നാം നേടിയെടുക്കണം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ലെന്നും വചനം മുറുകെ പിടിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണെന്നും ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് പരാജയപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. അഹങ്കാരത്തെയും ആർത്തിയെയും വെടിഞ്ഞ് വിനയത്തോടെ ദൈവഹിതം തേടുന്നവരാകാൻ ഈ വചനം നമ്മെ പ്രാപ്തരാക്കട്ടെ. ദൈവത്തിൻ്റെ വചനമാകുന്ന അപ്പത്തിനായി നമുക്ക് എപ്പോഴും ദാഹിക്കാം. വചനം മാംസമായി നമ്മോടൊപ്പം വസിക്കുന്ന കർത്താവിൽ നമുക്ക് അഭയം പ്രാപിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.